നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2011 ശേഷം റഷ്യയെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പം ഇതാ വീണ്ടും ആവർത്തിക്കുകയാണ്. റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ വൻ ഭൂചലനത്തിന് പിന്നാലെ റഷ്യയിലും ജപ്പാനിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലും പിന്നാലെയാണ് ഇത്. വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമി ഉണ്ടായത്. അലാസ്ക, ഹവായ്, ന്യൂസിലാൻഡിന് തെക്ക് തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പ് ഉണ്ട്. ഹൊണോലുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയം ഒഴിപ്പിച്ചു. എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന് ഇപ്പോൾ വ്യക്തമല്ല. 2011 മാർച്ചിൽ ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്ത് കടലിനടിയിൽ 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ഇത് ആ നഗരപ്രദേശത്തെല്ലാം തന്നെ വലിയ രീതിയിൽ ആഞ്ഞടിച്ച് സുനാമിക്ക് കാരണമായി. 18,000-ലധികം പേർ കൊല്ലപ്പെടുകയും ഫുക്കുഷിമ ആണവ നിലയത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. സുനാമി പ്ലാന്റിന്റെ തണുപ്പിൽ സംവിധാനങ്ങളെ തകർക്കുകയും ഇത് ചെർണോബിലിന് ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിരുന്നു. റഷ്യയുടെ കിഴക്കൻ തീരത്ത് ബുധനാഴ്ച പുലർച്ചെ 8.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് പസഫിക് സമുദ്രത്തിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ 2011 വിനാശകരമായ ദുരിതത്തിന്റെ ഓർമ്മകളിൽ വളരെ വേഗം തന്നെ ഫുക്കുഷിമ ആണവ നിലയത്തിലെ എല്ലാ തൊഴിലാളികളെയും ഒഴിപ്പിച്ചതായി പ്ലാന്റിന്റെ ഓപ്പറേറ്ററായ ഈ ടെപ്കോയുടെ വക്താവ് AFPയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. 2011 ഭൂകമ്പ പുനർജീവനത്തിന്റെ ഓർമ്മകളാണ് ഇപ്പോൾ നടക്കുന്നത്. സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ഫുക്കുഷിമയിലെ ആളുകളെ ഒഴിപ്പിച്ചു. ഞങ്ങൾ എല്ലാ തൊഴിലാളികളെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. ടെപ്കോ വക്താവ് സ്ഥിരീകരിക്കുന്ന വാക്കുകളായിരുന്നു ഇത്. മുന്നറിയിപ്പിനെ തുടർന്ന് സ്ഥലത്ത് അസ്വാഭാവികതയൊന്നും തന്നെ കണ്ടെത്തിയില്ല എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. റഷ്യയിലെ കാംചതക് ഉപദ്വീപിനടുത്ത് ഉത്ഭവിച്ച ശക്തമായ ഭൂകമ്പം വടക്ക് കിഴക്കൻ ജപ്പാനിലുടനീളം പ്രത്യേകിച്ച് 2011 ദുരന്തത്തിന്റെ പാടുകൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഫുക്കുഷിമ പ്രിഫെക്ചറിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു ആണവ ചോർച്ച ഉണ്ടായാൽ അത് ചെർണോബിൽ ദുരന്തത്തിനെക്കാട്ടി വലിയ ദുരന്തമായത് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന ഭയം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഫുക്കുഷിമ ആണവ നിലയം പൂർണ്ണമായും ഒഴിപ്പിച്ചതെന്ന വാർത്തയാണ് വരുന്നത്. ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ കണക്കനുസരിച്ച് ഏകദേശം 30 സെന്റിമീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾ ഹൊക്കൈഡോയുടെ കിഴക്കൻ തീരത്തുള്ള നെമുറോയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. നേരത്തെ ബാബ വാങ്ഡെയുടെ ഒരു പ്രവചനം ജൂലൈ 5 അത് സത്യമാകുമെന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി തള്ളപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് വീണ്ടും പ്രവചനത്തിൽ സത്യമായോ എന്നൊക്കെ തന്നെ ചോദിക്കുന്നവരുണ്ട്. പ്രവചനം കുറച്ച് വൈകിയാണെങ്കിലും നടന്നോ എന്നൊക്കെ തന്നെ ചോദിക്കുന്നവരുമുണ്ട്. വീണ്ടും ബാബ വാങ്ഡെയുടെ ആ ഒരു പ്രവചനം ചർച്ചാ വിഷയത്തിലേക്ക് വരികയാണ്. റഷ്യയുടെ കുറിൽ ദ്വീപുകളിലെ പ്രധാന വാസസ്ഥലമായ ഈ സെവേറോ കുരിൽസ്കിന്റെ തീരപ്രദേശത്ത് സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചതായി പ്രാദേശിക ഗവർണർ വലേരി ലിമാരേക്കോ അറിയിച്ചിട്ടുണ്ട്. ആളുകൾ സുരക്ഷിതരാണ് എന്നും ഭീഷണി അവസാനിക്കുന്നത് വരെ ഉയർന്ന സ്ഥലങ്ങളിൽ തുടരുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഹവായ്, ചില്ലി, ജപ്പാൻ, സൊളോമാൻ ദ്വീപുകളിലെ ചില തീരപ്രദേശങ്ങളിൽ കടൽ നിരപ്പിൽ നിന്ന് 1 മുതൽ 3 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു. റഷ്യയുടെയും ഇക്വഡോറിന്റെയും ചില തീരപ്രദേശങ്ങളിൽ 3 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ജനങ്ങളെ സുരക്ഷിതരാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. റഷ്യയിലെ ഈ കംചക്ട ഉപദ്വീപിലാണ് ഭൂകമ്പം ഉണ്ടായത്. പസഫിക് സമുദ്രത്തിലെ പെട്രോപവ്ലാൻഡ് ആൻഡ് കംസ്റ്റാൻസി നഗരത്തിന് തെക്കുകിഴക്കായി 126 കിലോമീറ്റർ അകലത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട്.